ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട വാത്സല്യ സഹോദരങ്ങളെ, സങ്കീർത്തന മാധുരിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. 27-ാം സങ്കീർത്തനം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ ആമുഖമായി ഞാനിന്ന് വായിക്കുകയാണ്. യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എൻ്റെ ജീവൻ്റെ ബലം, ഞാൻ ആരെ പേടിക്കും? എൻ്റെ വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ എൻ്റെ മാംസം തിന്നുവാൻ എന്നോട് അടുക്കുമ്പോൾ ഇടറി വീഴും. ഒരു സൈന്യം എനിക്കെതിരെ പാളയമടിച്ചാലും എൻ്റെ ഹൃദയം ഭയപ്പെടുകയില്ല. എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയനായിരിക്കും. ദാവീദ് രാജാവിൻ്റെ മറ്റൊരു ശ്രേഷ്ഠമായ സങ്കീർത്തനമാണിത്. ജീവിതാനുഭവങ്ങളിലൂടെ സാക്ഷ്യമായി, പഠനമായി, ആധ്യാത്മിക വെളിപ്പെടുത്തലുകളായി, വേദശാസ്ത്ര സത്യമായി വലിയ കാര്യങ്ങൾ ദാവീദ് ചെറുവാക്കുകളിലൂടെ ലഘുവായി നമ്മളോട് സംവേദിപ്പിക്കുകയാണ്. സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് ജീവിച്ച് കടന്നുപോയ ഒരു പുണ്യവാനായ പിതാവിൻ്റെ വാക്കുകൾ ഇന്നും ഒരു സാക്ഷ്യമായി നിലനിൽക്കുന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ്. നമ്മളൊക്കെ എത്രത്തോളം പറയുന്നു എന്നുള്ളതല്ല, പറയുന്ന കാര്യങ്ങൾ എത്രത്തോളം നിലനിൽക്കുന്നു എന്നുള്ളതാണ് ശ്രേഷ്ഠം. പാലസ്തീനിയൻ പശ്ചാത്തലത്തിൽ സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് പറഞ്ഞ ഭക്തൻ്റെ വാക്കുകൾ ഇന്നും നിലനിൽക്കുന്നുവെങ്കിൽ അതിനൊക്കെ ഹൃദ്യമായൊരു സംവേദനാത്മകതയുണ്ട്. ലോങ്ഫെലോ എന്ന ഇംഗ്ലീഷ് സാഹിത്യകാരൻ, അദ്ദേഹത്തിൻ്റെ ഒരു വരിയുടെ അർത്ഥം ഇപ്രകാരമാണ്: ഞാനൊരു അമ്പ് എയ്തു വിട്ടു, അതെവിടേക്ക് പോയെന്ന് ഞാൻ കണ്ടില്ല. ഞാനൊരു പാട്ട് പാടി, ആ പാട്ട് എവിടേക്ക് പരന്നുവെന്ന് ഞാൻ അറിഞ്ഞില്ല. കുറേ നാളുകൾക്ക് ശേഷം ഞാൻ അന്വേഷിച്ചപ്പോൾ ഒരു ഓക്ക് മരത്തിൻ്റെ തടിയിൽ ഞാൻ നേരത്തെ എഴുതുവിട്ട അമ്പ് തറച്ചിരിക്കുന്നത് ഞാൻ കണ്ടു. എന്നാൽ ഞാൻ പാടിയ പാട്ട് മറ്റൊരു സഹോദരൻ്റെ അധരങ്ങളിൽ നിന്ന് ഞാൻ കേട്ടപ്പോൾ ഞാൻ സന്തോഷിച്ചു. അമ്പ് എഴുതു വിട്ടു, അതെവിടെ പോയെന്ന് കണ്ടില്ല. അതൊരു മരത്തെ പോയി തറച്ച് അവിടെ യാതൊരു പ്രയോജനവുമില്ലാതായി തീർന്നു. എന്നാലൊരു പാട്ട് പാടി, ആ പാട്ട് മറ്റൊരുവൻ്റെ അധരങ്ങളിലൂടെ വീണ്ടും പുറപ്പെട്ടു വരുന്നു. അതുപോലെ സുന്ദരമായി പാടിയ ഒരു പാട്ട്, അനുഗ്രഹീതമായി പാടിയ ഒരു പാട്ട് നൂറ്റാണ്ടുകളും സഹസ്രാബ്ദങ്ങളും കഴിഞ്ഞിട്ടും കാലത്തിനും ദേശത്തിനും അപ്പുറമായി അതിങ്ങനെ പരന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ കാലഘട്ടത്തിലെ പോലെ ഉന്നതമായ കണ്ടുപിടുത്തമൊന്നും ഇല്ലാതിരുന്ന, ഇന്നത്തെ പോലെ മാരകായുധങ്ങളൊന്നും ഇല്ലാതിരുന്ന, സുഖസൗകര്യങ്ങളൊന്നും ഇല്ലാതിരുന്ന, മോഡേൺ ടെക്നോളജികളൊന്നും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ ഭരിക്കുകയും ജീവിക്കുകയും ചെയ്ത ഒരു വ്യക്തി. ഇന്നത്തെ പോലെ സാമൂഹ്യ മാധ്യമങ്ങളൊന്നുമില്ല, യൂട്യൂബോ ഫേസ്ബുക്കോ ട്വിറ്ററോ ഒന്നുമില്ല. അതൊന്നുമില്ലാതിരുന്ന കാലഘട്ടത്തിൽ ദാവീദ് പാടിയ പാട്ട് അത് വരമൊഴിയായി മാറി, അത് അനേകർ ഏറ്റുപാടിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഷയ്ക്ക് നമ്മുടെ ഭാഷയുമായി വ്യത്യാസമുണ്ട്, ആ പാട്ടിൻ്റെ താളത്തിനും വ്യത്യാസമുണ്ട്, ആശയഗതികളിലും വ്യത്യാസമുണ്ട്. പക്ഷേ എല്ലാവരെയും തമ്മിൽ യോജിപ്പിച്ച് നിർത്തുന്ന ഒരു കണം അതിൻ്റെ അകത്തിലുണ്ട്. അത് മറ്റൊന്നുമല്ല, അവൻ പാടിയത് ദൈവത്തെക്കുറിച്ചാണ്. ഇന്ന് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ അടുത്ത നിമിഷം മറ്റുള്ളവരിൽ ശത്രുത്വം ഉണ്ടാക്കുന്നതും അല്ലെങ്കിൽ അവർ മറന്നു പോകാനിടയാകുന്നതും എന്തുകൊണ്ടാണെന്ന് ചിന്തിക്കണം. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പറഞ്ഞത് ഒന്ന് കേൾക്കാൻ പോലും തയ്യാറാകാത്തത് എന്താണെന്ന് ചിന്തിക്കണം. ആ ലിങ്ക് ഓപ്പണാക്കാൻ പോലും പലർക്കും തയ്യാറാകുന്നില്ല. അതിന് പല കാരണങ്ങളുണ്ട്. ഇന്ന് മനുഷ്യനൊരു ലിങ്ക് ഓപ്പണാക്കണമെന്നുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും തലക്കെട്ട് വേണം, അല്ലെങ്കിൽ ആരെങ്കിലും തെറി വിളിക്കണം, അല്ലെങ്കിൽ കുറ്റപ്പെടുത്തണം. അതിനൊക്കെ ഭയങ്കര വ്യൂവേഴ്സാണ്. ചിലപ്പോൾ ഇത്തരത്തിൽ കേൾക്കുന്ന വാക്കുകൾക്കൊന്നും പലർക്കും താല്പര്യം തോന്നത്തില്ല. അതിൽ കോമഡിയില്ല, ട്രാജഡിയില്ല. തന്നെയുമല്ല, അതിൽ പറയുന്ന വാചകങ്ങൾ
പിന്തുടരാൻ നമുക്ക് താല്പര്യവുമില്ല. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളും ഇതിലുണ്ട്. എങ്കിലും ഭക്തൻ്റെ വാക്കുകൾ ഇതിൻ്റെ എല്ലാം ഇടയിലും, എല്ലാവിധമായ സാമൂഹ്യ മാധ്യമങ്ങളുടെ വളർച്ചയ്ക്കിടയിലും അനേകരുടെ മനസ്സിനെ സ്പർശിക്കുന്നുണ്ട്. 27 സങ്കീർത്തനം ആദ്യ വാക്യം ഇങ്ങനെയാണ് നമ്മൾ തുടങ്ങുന്നത്: യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എൻ്റെ ജീവൻ്റെ ബലം, ഞാൻ ആരെ പേടിക്കും? വെളിച്ചവും രക്ഷയും ശ്രദ്ധേയമായ 2 വാക്കുകളാണ്. ഒരു രീതിയിൽ പറഞ്ഞാൽ വെളിച്ചമുള്ളവനെ രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ, രക്ഷപ്പെട്ടവനെ വെളിച്ചത്തിൻ്റെ പ്രാധാന്യം തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ വെളിച്ചവും രക്ഷയും ഇന്ന് ലോകത്തിന് ഏറ്റവും വേണ്ടതാ. വെളിച്ചം വേണം, രക്ഷ വേണം. രക്ഷപ്പെടാനുള്ള ഓട്ടത്തിലാ മനുഷ്യർ. ആ ഓടുന്നതിന് വെളിച്ചവും ഒരു വഴിയും വേണം. ഒരേ സമയം ഇന്നത്തെ ലോകത്തിന് ഒരു വഴി വേണം, ഒരു പാതേയം വേണം, ഒരു ലക്ഷ്യം വേണം. ഇതെല്ലാം ഇന്നത്തെ ലോകത്തിന് ആവശ്യമാണ്, നമ്മൾക്കെല്ലാം ആവശ്യമാണ്. പാതയില്ലാതെ ഓടാൻ പറ്റത്തില്ല, വെളിച്ചമില്ലാതെ ഓടാൻ പറ്റത്തില്ല, ലക്ഷ്യമില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതിനെല്ലാം ആധാരമായിട്ട് ഒരു സംഗതി ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ഒറ്റ വാക്കിൽ പറയുക. അതൊരു വലിയൊരു സുവിശേഷമാണ്, ഒരു വലിയ പ്രസംഗമാണ്. യഹോവ എൻ്റെ ജീവൻ്റെ വെളിച്ചം, എൻ്റെ രക്ഷയാകുന്നു. അപ്പോൾ ഈ ലോകത്തിൽ വെളിച്ചമില്ല എന്ന് പരാതിപ്പെടാൻ പറ്റത്തില്ല. ചിലർ നമ്മളോട് പറയാറുണ്ട്, നീ എങ്ങനെയാണ് രക്ഷപ്പെടുന്നത്? ഇവനൊക്കെ എവിടെങ്കിലും പോയി രക്ഷപ്പെടുമോ? ഇവനൊക്കെ പിടിച്ചു നിൽക്കാൻ പറ്റും? ജീവിക്കാൻ അറിയാമോ? ശരിയാണ് പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് എന്നെക്കുറിച്ചും പറയാം, എനിക്ക് നിങ്ങളെക്കുറിച്ചും പറയാം, നമ്മുടെ മക്കളെക്കുറിച്ച് പറയാം, സഹോദരങ്ങളെക്കുറിച്ച് പറയാം. നീ എങ്ങനെയാണ് രക്ഷപ്പെടുന്നത്? നിനക്ക് വെളിച്ചമുണ്ടോ? പക്ഷേ ഒരു കാര്യം ആലോചിച്ചോണം, യഹോവ എനിക്ക് വെളിച്ചമായിട്ടുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് രക്ഷപ്പെടും. കാലങ്ങൾ കഴിഞ്ഞിട്ടും ചിലരൊക്കെ പറയും, അച്ഛാ പ്രായം ഒത്തിരിയായി, ഒരു കല്യാണമായിട്ടില്ല, ഒരു ജോലിയായിട്ടില്ല, ഒരു സ്ഥിരതയായിട്ടില്ല, വർഷങ്ങൾ കടന്നു പോകുകയാണ്. കൂടെ പഠിച്ചവർക്ക് കല്യാണമായി, അവരൊക്കെ വീട് വെച്ചു, ഞാൻ ഇന്നും കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വർഷങ്ങളായി ഗൾഫിൽ ജോലി ചെയ്യുന്നു, ഇത്രയും നാളായിട്ടൊരു വീട് വയ്ക്കാൻ പറ്റിയില്ല, ഒരു നല്ല ബന്ധം കിട്ടിയില്ല, നല്ല ഒരു സന്തോഷം അനുഭവിച്ചിട്ടില്ല, നന്നായിട്ടൊന്നും ഉറങ്ങിയിട്ടില്ല, രുചിയോടെ ഭക്ഷണം കഴിക്കാൻ സാധിച്ചിട്ടില്ല. ഓരോ ദിവസവും നാട്ടിൽ നിന്ന് ഫോൺ കോളുകൾ വന്നുകൊണ്ടിരിക്കുക, അവിടുത്തെ കടം ഇവിടുത്തെ കടം. മനുഷ്യ ജീവിതത്തിൻ്റെ പ്രത്യേകതയെന്ന് പറയുന്നത് ഇന്നത്തെ കാലഘട്ടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇറങ്ങിയിട്ടുണ്ട്, അങ്ങ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഊണില്ലാത്ത ഉറക്കമില്ലാത്തൊരു യാത്ര, വെളിച്ചമില്ലാത്തൊരു യാത്ര. കയ്യിൽ വിളക്കുണ്ട്, ദീപമുണ്ട്, പക്ഷെ ഒട്ടും പ്രകാശമില്ല. കയ്യിൽ ടോർച്ചുണ്ട്, പക്ഷേ ചാർജ് നിൽക്കാത്തൊരു ടോർച്ച്. സന്തോഷം അനുഭവിക്കാനൊക്കെയുണ്ട്, പക്ഷേ സന്തോഷം ആസ്വദിക്കാനായിട്ട് മാത്രം പറ്റുന്നില്ല. പ്രിയമുള്ളവരെ, വെളിച്ചം, ഈ ലോകത്തിൻ്റെ വെളിച്ചങ്ങളുടെയൊക്കെ പ്രത്യേകത അതാണ്. സൂര്യന് വെളിച്ചമുണ്ട്, പക്ഷേ സൂര്യനും അസ്തമിക്കും. ചന്ദ്രന് വെളിച്ചമുണ്ട്, ചന്ദ്രനും അസ്തമിക്കും. ആലക്തിക ദീപങ്ങൾക്ക് പ്രകാശമുണ്ട്, പക്ഷേ അതിൻ്റെയും ചാർജ് പോകും. ഈ ലോകത്തിലെ പ്രകാശസ്തംഭമായി നിൽക്കുന്ന എല്ലാത്തിൻ്റെയും വെളിച്ചം പോകും, ചാർജ് പോകും. അപ്പോൾ നമ്മൾ എന്ത് കൊടുക്കണം? റീചാർജ് ചെയ്യണം. എത്ര റീചാർജ് ചെയ്താലും, പാരമ്പര്യേതര ഊർജ്ജങ്ങൾ ഉപയോഗിച്ചാലും ഇതൊന്നും നിലനിൽക്കത്തില്ല. ഇന്നത്തെ കാലത്തെ ചില മോഡേൺ ലൈറ്റുകളുണ്ട്, അതായത് പ്രത്യേകിച്ച് സോളാർ പാനലുകൾ, അത് വീടുകളിലൊക്കെ ഉപയോഗിക്കുന്നതാണ്. ചിലതിൻ്റെ പ്രത്യേകത സെൻസർ ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത്. ആളുകളൊക്കെ കൂടുതൽ വരുമ്പോൾ അത് പ്രകാശം കൂടുതൽ തരും, അല്ലാത്തപ്പം മുനിഞ്ഞ് കത്തത്തതേ ഉള്ളൂ. അപ്പോൾ ആളുകൾ കൂടുതലുണ്ടെങ്കിൽ പ്രകാശം കൂടുതൽ കിട്ടും, സാഹചര്യങ്ങളുണ്ടെങ്കിൽ വെളിച്ചം കൂടുതൽ കിട്ടും. ഇന്ന് എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിലെ അനുഭവങ്ങൾ അതാണ്. എല്ലാ വെളിച്ചമെന്ന് പറയുന്ന, സന്തോഷമെന്ന് പറയുന്ന അനുഭവങ്ങളൊക്കെ ഇങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ. ഇതൊക്കെ റീചാർജ് ചെയ്തേ പറ്റത്തുള്ളൂ. അപരൻ്റെ പുഞ്ചിരി, സമ്പത്ത്, ആരോഗ്യം, ഇതിനൊക്കെയോ റീചാർജിങ് ആവശ്യമാണ്.
അല്ലെങ്കിൽ ഇതൊന്നും വെളിച്ചമായിട്ട് വരത്തില്ല. എന്തിനാണ് എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുഖത്തിൽ നിന്നൊരു പുഞ്ചിരി ഉയരണമെന്നുണ്ടെങ്കിൽ ആ പുഞ്ചിരി ഉണ്ടാകാൻ പോലും ഞാൻ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തേ പറ്റത്തുള്ളൂ. ഇന്ന് പലപ്പോഴും പലരുടെ മുഖത്തേ നിന്ന് ഉയരുന്നത് പുച്ഛച്ചിരികളല്ലേ പ്രിയമുള്ളവരെ? പുഞ്ചിരിയിലുമുണ്ട് വഞ്ചനയുടെ ലാഞ്ചന എന്ന് പഴയ കാലത്ത് കുഞ്ഞുങ്ങൾ ഓട്ടോഗ്രാഫിൽ എഴുതി കൊടുത്തിരുന്നു. അതിൻ്റെ അർത്ഥം എന്താണെന്നൊന്നും അറിയത്തില്ലേലും അതൊരു സാഹിത്യ വാക്കായി കണ്ട് എഴുതി കൊടുത്തിരുന്നു. പുഞ്ചിരിയിലുമുണ്ട് വഞ്ചനയുടെ ലാഞ്ചന. അപരനിൽ പുഞ്ചിരി ഉണ്ടാകാൻ പോലും ഞാൻ എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്നുള്ളൊരു സാഹചര്യത്തിലാണ് ജീവിക്കുന്നത്. നിത്യമായി നിൽക്കുന്ന പ്രകാശം ഒന്നുമില്ല എന്നുള്ള ഒരു അനുഭവത്തിലാണ് നിൽക്കുന്നത്. അവിടെ സങ്കീർത്തനക്കാരൻ ഒരു വലിയ പ്രതീക്ഷ തരുന്നു. പ്രിയപ്പെട്ടവനെ, യഹോവ എൻ്റെ വെളിച്ചമാണ്. യഹോവ എൻ്റെ വെളിച്ചമാണെന്നുണ്ടെങ്കിൽ യഹോവയാകുന്ന വെളിച്ചത്തിന് റീചാർജ് വേണ്ട. അതിനാരെങ്കിലും കൂടുതൽ വന്നെങ്കിലേ കൂടുതൽ പ്രകാശം തരുമെന്നില്ല. അത് സെൻസറിങ് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നതല്ല. അത് അന്ധകാരമായി പോകുന്നതല്ല. പെട്ടെന്ന് കെട്ടുപോകുന്നതല്ല. ഒരു നിത്യ വെളിച്ചത്തിൽ നിത്യമായി നിലനിൽക്കുന്നതാണ്. നമുക്ക് വിശ്വസിക്കാം, അത് കെട്ടുപോകത്തില്ല. ഞാൻ കൊണ്ടുപോകുന്ന ടോർച്ചും മറ്റ് ദീപസ്തംഭങ്ങളുമൊക്കെ ഏത് നിമിഷവും അതൊക്കെ പ്രകാശം നഷ്ടപ്പെട്ടു പോകുമെന്ന് നമുക്ക് പേടിക്കാം. ഞാൻ എന്തോ എടുക്കുമെന്ന് ചിന്തിക്കാം. എൻ്റെ ദൈവത്തെ, എൻ്റെ സർവശക്തനായ ദൈവത്തെ, എൻ്റെ ജീവൻ്റെ വെളിച്ചത്തെ ഞാൻ എന്നോടൊപ്പം വഹിക്കുകയാണെങ്കിൽ ഏതന്ധകാരത്തിലും അവൻ എന്നോടൊപ്പം ഉണ്ടാകും. ഇന്ന് നാം പ്രകാശമാണെന്ന് കണ്ട പലതിൻ്റെയും പിന്നാലെ പോയിട്ടുണ്ട്, പലരുടെയും കാല് പിടിച്ചിട്ടുണ്ട്. പക്ഷേ ആവശ്യത്തോടടുക്കുമ്പോൾ പലരും നമ്മിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമുക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കേ ഉള്ളൂ. പലരും നമ്മളെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകും. ഒരുമിച്ച് ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്നവർ ഒരാളുടെ ശരിയാകുമ്പോൾ അവർ കയറിപ്പോകും. അതേ നിവൃത്തിയുള്ളൂ. അവർ പൊയ്ക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഒരേപോലെ ഉണ്ടുറങ്ങി ജീവിക്കുന്നവർ അവരിന് പരാജയം വരുമ്പോൾ തിരിഞ്ഞു നോക്കുന്നില്ല. നമ്മൾ പലരെയും തലതൊട്ടപ്പന്മാരായി കാണുന്നുണ്ട്. പക്ഷേ ഈ തലതൊട്ടപ്പന്മാർക്കൊരു പ്രശ്നം വരുമ്പോൾ സഹായം നേടിയവർ തിരിഞ്ഞു നോക്കുന്നില്ല. ഇത് ലോകത്തിൻ്റെ ഒരു പ്രശ്നം. ഇതാ പ്രിയമുള്ളവരെ, നമ്മൾ ആരെയൊക്കെ എത്ര സഹായിച്ചാലും ഇനി തിരിച്ചാലിൽ നിന്ന് എത്ര സഹായങ്ങൾ വാങ്ങിയാലും ഒരു തലം കഴിയുമ്പോഴത്തേക്ക് നമ്മളങ്ങ് മറന്നു പോകുകയും അവർക്കൊരു പ്രകാശം കൊടുക്കുവാൻ പറ്റുന്നില്ല. നമ്മൾ കാണുന്ന വെളിച്ചങ്ങൾ താൽക്കാലികമാണ്. നമുക്കും വെളിച്ചമായി നിൽക്കാൻ പറ്റുന്നില്ല. ആരിൽ നിന്നും വെളിച്ചം പ്രാപിക്കുവാനും ആർക്കും വെളിച്ചം കൊടുക്കാനും പറ്റാതിരിക്കുന്ന സാഹചര്യത്തിൽ യഹോവ എന്ന വെളിച്ചത്തെ മുറുകെ പിടിക്കണം. കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഒരു അനർത്ഥവും ഭയപ്പെടാതെ വണ്ണം വെളിച്ചമായ ദൈവം നമ്മോടൊപ്പമുണ്ട്. പാട്ടുകാരൻ പാടിയതുപോലെ, കൂരിരുൾ താഴ്വരയാതിൽ നടന്നാൽ സാരമില്ലെനിക്കൊരു ഭയവുമില്ല. ഉന്നതനെന്നോടു കൂടെയുണ്ട്, തന്നിടുന്ന ആശ്വാസം തൻ വടികോൽ. എനിക്കൊരു വിരുന്നവനൊരുക്കിടുന്നു, എന്നോടെ വൈരികളിൻ നടുവിൽ. ശിരസിനെ അഖിലവും അനുദിനവും പൂശുന്നു സൗരഭ്യ തൈലമാതാൽ. എന്നോടെ പാനപാത്രം ദിനവും ഉണ്മയാൽ കവിയുന്നു അനുദിനവും. യാഹെന്ന ദൈവമെന്നിടയനാഹോ, യാതൊരു കുറവുമില്ലെനിക്കിനിയും. പച്ചപ്പുൽപ്പുറത്തെന്നെ കിടത്തുന്നവൻ, നിശ്ചല ജലമെന്നെ കുടിപ്പിക്കുന്നു. ഏതന്ധകാരത്തിലും എനിക്ക് പ്രകാശമായി എൻ്റെ ദൈവം എന്നോടൊപ്പമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവർ എൻ്റെ നേരെ കണ്ണടച്ച് പ്രകാശം കളഞ്ഞാലും, എന്നെ സഹായിക്കാതെ എൻ്റെ വെളിച്ചത്തെ ഊതിക്കെടുത്തിയാലും, ഞാൻ ഏത് ബലഹീനതയിൽപ്പെട്ടുപോയാലും എൻ്റെ ദൈവം എനിക്ക് വെളിച്ചമായിട്ടുണ്ട്. അവൻ എൻ്റെ അന്ധകാരത്തെ കത്തിക്കും. ഇരുളിലും അന്ധതമസിലും ഇരുന്നവർക്ക് പ്രകാശമുദിച്ചു എന്ന് കർത്താവിൻ്റെ ജന്നത്തെക്കുറിച്ച് പറഞ്ഞെങ്കിൽ, എനിക്കും നിങ്ങൾക്കും വേണ്ടി മനുഷ്യാവതാരം ചെയ്ത വലിയ ദൈവം അവനൊരു നിത്യപ്രകാശമായിട്ട് എന്നോടൊപ്പമുണ്ട്, നിങ്ങളോടൊപ്പമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവനെ, പ്രിയപ്പെട്ടവളെ,
നീ ഏത് പ്രകാശം നഷ്ടപ്പെട്ട സാഹചര്യത്തിലാണെങ്കിലും, നിൻ്റെ കുടുംബജീവിതം പരാജയത്തിലാണെങ്കിലും, നിന്നെ തിരിച്ചറിയേണ്ടവൻ തിരിച്ചറിയാതിരിക്കുന്ന അവസ്ഥയിലാണെങ്കിലും വിഷമിക്കണ്ട, ഭാരപ്പെടണ്ട, നിരാശപ്പെടണ്ട. കാരണം നീ യഹോവയെ വെളിച്ചമായിട്ട് വെച്ചു, യഹോവയെ പ്രകാശമായിട്ട് വെച്ചു. വീണ്ടും പറയുകയാണ്, യഹോവ എൻ്റെ വെളിച്ചമാണ്, എൻ്റെ രക്ഷയാണ്. യഹോവ നിൻ്റെ വെളിച്ചമായി നിന്നോടുകൂടി ഉണ്ടെങ്കിൽ നീ രക്ഷപ്പെടും. ചിലർ നമ്മളോട് ചോദിക്കും, നീ എങ്ങനെയാണ് രക്ഷപ്പെടുന്നത്? നീ ഇതിനേക്ക് അതിജീവിക്കുമോ? ഉറപ്പായിട്ട് പറയണം പ്രിയപ്പെട്ടവരെ, നെഞ്ചോയിൽ കൈവച്ചുകൊണ്ട് പറയണം, നീ എഴുതിയ പരീക്ഷയിലെല്ലാം തോറ്റിട്ടുണ്ടെങ്കിലും, ടെസ്റ്റ് എഴുതി ലിസ്റ്റിൽ പേര് വന്നിട്ട് പോലും നിനക്ക് ജോലി കിട്ടാതിരിക്കുന്ന അവസ്ഥയാണെങ്കിലും, നീ പണമെല്ലാം കൊടുത്തിട്ട് പോകാൻ തക്കവണ്ണം പറ്റാതിരിക്കുന്ന അവസ്ഥയിലാണെങ്കിലും, നിനക്കൊരു നല്ല ബന്ധം കിട്ടാതിരിക്കുന്ന അവസ്ഥയാണെങ്കിലും, ഒരു കുഞ്ഞില്ലാതിരിക്കുന്ന അവസ്ഥയാണെങ്കിലും, ഒരു ഭാവി പോലും ഇല്ലാതെ ഇതോടുകൂടി ഞാൻ തീരുമല്ലോ എന്ന് ചിന്തിച്ചിരിക്കുന്ന അവസ്ഥയാണെങ്കിലും, ഒരു കാര്യം ഓർത്തോണം, ദൈവം നിനക്ക് ഒരു വിദേശത്തൊരു ജോലി തന്നു മാത്രമല്ല നിന്നെ രക്ഷപ്പെടുത്തുന്നത്, ഒരു കുഞ്ഞിനെ തന്നു മാത്രമല്ല ദൈവം രക്ഷപ്പെടുത്തുന്നത്, ഒരു പരീക്ഷയിൽ കുറച്ച് മാർക്ക് കൂടുതൽ തന്നു മാത്രമല്ല രക്ഷപ്പെടുത്തുന്നത്. ദൈവം രക്ഷയായിട്ടുണ്ടെങ്കിൽ നാം രക്ഷപ്പെടുമോ? എല്ലാവരോടും മറുപടി പറയണം, ശക്തമായിട്ട് നെഞ്ചത്തോട്ട് പറയണം, എൻ്റെ ദൈവം തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും എന്നെ സൃഷ്ടിച്ചു. ദൈവമാണ് എൻ്റെ രക്ഷകൻ, സർവേശ്വരനാണ് എൻ്റെ നായകൻ. അവൻ മരണമില്ലാത്തവനാണ്, നിത്യരക്ഷകനാണ്. അവൻ രക്ഷകനായിരിക്കുന്നിടത്തോളം കാലം അവൻ്റെ സൃഷ്ടിയായതിനാൽ ഞാൻ രക്ഷപ്പെടും. എനിക്ക് മറ്റൊന്നും പറയാനില്ല. ഞാൻ ഇന്നാളുടെ മകനായതുകൊണ്ട് രക്ഷപ്പെടണമെന്നില്ല, ഇന്ന് കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് രക്ഷപ്പെടണമെന്നില്ല, ഇന്ന് ബിരുദങ്ങൾ കിട്ടിയതുകൊണ്ട് രക്ഷപ്പെടണമെന്നില്ല. ഞാൻ രക്ഷപ്പെടുന്നതിനൊറ്റ മാർഗം മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. ദൈവം എൻ്റെ രക്ഷകനാണ്, അവൻ എൻ്റെ രക്ഷയാണ്. ഇന്ന് പലപ്പോഴും നമ്മൾ ജീവിക്കുന്ന സാഹചര്യത്തിൽ നാം രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ നമ്മൾ തന്നെ ഇങ്ങനൊരു ബ്ലൂ പ്രിൻറ്റിൽ തയ്യാറാക്കിയിരിക്കുകയാണ്. ഞാൻ ഇന്നിടത്ത് പോകണം, ഇന്നിടത്ത് എത്തണം, ഇന്ന ആൾക്കാർ സഹായിക്കണം. ദൈവം അതിന് ബദലായിട്ട് മറ്റൊരു പ്രോജക്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. എൻ്റെ ദൈവം എൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഒരു നല്ല പ്രോജക്റ്റ് തയ്യാറാക്കി എന്നെ അതിലൂടെ നയിക്കുമ്പോൾ, ഞാൻ തയ്യാറാക്കിയ അർദ്ധരഹിതമായ ശൂന്യമായ പ്രോജക്റ്റുകളെടുത്ത് നേരെ കത്തിച്ചുകള പ്രിയപ്പെട്ടവരെ. എൻ്റെ ദൈവത്തിന് നിന്നെക്കുറിച്ചൊരു വലിയ പദ്ധതിയുണ്ട്. അവൻ നിനക്ക് വേണ്ടി യാതൊരു ചെലവും കൂടാതെ ഒരു പ്രോജക്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. നീ ആ വഴിത്താലയിലൂടെ തന്നെ പോകേണ്ടിയിരിക്കുന്നു. ഒറ്റക്കാര്യം ചെയ്താൽ മതി, കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം, ഭക്തിയോടെ ജീവിക്കണം. ദൈവത്തിൻ്റെ പ്രോജക്റ്റ് അത് നമ്മിൽ അപ്ലൈ ചെയ്യുവാൻ തക്കവണ്ണം ഉള്ള ഒരു വഴിത്താര ഉണ്ടാക്കി കൊടുക്കണം. അതിനുവേണ്ടി കണ്ണുനീര് കലർന്ന ഒരു പ്രാർത്ഥനയും വിശുദ്ധിയുടെ ജീവിതവും ഉണ്ടാകണം. ശമവോൻ തൻ ഭവനേ വന്ന പാപി സ്ത്രീ പോലിരുതുള്ളി കണ്ണീർ കണ്ടൻ മേൽദയ തോന്നണമേ. ദൈവം എൻ്റെ രക്ഷകനായിട്ടുള്ളപ്പോൾ ഞാൻ വേറൊരു രക്ഷകനെ തേടിപ്പോകണ്ട. ദൈവം എനിക്ക് എൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഒരു പ്രോജക്റ്റ് തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇനി വേറൊരു പ്രോജക്റ്റ് തയ്യാറാക്കണ്ട. ദൈവം എനിക്ക് രക്ഷകനായിട്ടുള്ളപ്പോൾ എൻ്റെ പരാജയത്തെക്കുറിച്ചോ ഞാൻ രക്ഷപ്പെടത്തില്ലെന്നോ ആരെങ്കിലും പറഞ്ഞതോർത്ത് വിഷമിക്കണ്ട. അതിനപ്പുറമായൊരു തലത്തിലേക്ക് നാം കടക്കണം. വീണ്ടും പറയുന്നു, എൻ്റെ വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ എൻ്റെ മാംസം തിന്നുവാൻ എന്നോട് അടുക്കുമ്പോൾ ഇടറി വീഴും. യഹോവ എൻ്റെ ജീവൻ്റെ ബലം, ഞാൻ ആരെ പേടിക്കും? യഹോവ എൻ്റെ ജീവൻ്റെ ബലം, ഞാൻ ആരെ പേടിക്കും? ഇന്ന് ജീവന് ബലം കൊടുക്കാൻ ആരും തയ്യാറാകുന്നില്ല. യഹോവ എൻ്റെ ജീവൻ്റെ ബലമാണ്. ഹീസ് മൈ സ്ട്രെങ്ത് ഓഫ് മൈ ലൈഫ്. സ്ട്രെങ്ത് ഓഫ് മൈ ലൈഫ് എന്ന് വെച്ചാൽ ജീവൻ്റെ ബലം. ഇന്ന് ലോക സാഹചര്യത്തിൽ ബലമില്ലാത്ത, ഉറപ്പില്ലാത്ത ജീവൻ്റെ പിന്നാലെയാണ് പലരും. ജീവന് പ്രാധാന്യം കൊടുക്കാത്ത ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. യഹോവൻ്റെ ജീവൻ്റെ ബലം. നമ്മൾ ചില സമയത്ത് ഇരിക്കുന്നിരിപ്പിൽ അങ്ങ് അടിഞ്ഞു പോകും. ഭയങ്കര ശക്തരാണ്, നല്ല തമാശയൊക്കെ പറയും, എല്ലായിടത്തും സജീവരാണ്. നമ്മളെല്ലാവരുടെയും കാര്യത്തിൽ ഇടപെടും, എല്ലാവരെയും പിന്തുണയ്ക്കും, ജീവിക്കാൻ മിടുക്കരാണ്. നമ്മൾ പണം സമ്പാദിക്കാൻ മിടുക്കരാണ്, പറയാൻ മിടുക്കരാ, എഴുതാൻ മിടുക്കരാ. പക്ഷേ ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് നമ്മൾ ചിലപ്പോൾ ബലഹീനരായി പോകത്തില്ലേ? ഈ ജീവന് ബലമില്ലാതായി പോകുമ്പോൾ നമുക്കൊത്തിരി പതറിച്ച പറ്റും പ്രിയമുള്ളവരെ.
ഈ ജീവന് ബലം നഷ്ടപ്പെടുമ്പോഴാണ് മയക്കുമരുന്നിൻ്റെ പിന്നാലെ പോകുന്നത്, മദ്യപാനത്തിൻ്റെ പിന്നാലെ പോകുന്നത്, ആസക്തികളുടെ പിന്നാലെ പോകുന്നത്. യഹോവ എൻ്റെ ജീവൻ്റെ ബലമായിട്ട് നിൽക്കുന്നുണ്ട്, യഹോവ എൻ്റെ ജീവന് ബലം കൊടുക്കുന്നുണ്ട്, ഞാനത് ആസ്വദിക്കണം, അനുഭവിക്കണം, ബലം നഷ്ടപ്പെട്ടവരെ കരുതണം. പ്രിയമുള്ളവരെ, ജീവനും ജീവിതവുമുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, വേർ ഇസ് ദ ലൈഫ് വി ഹാവ് ലോസ്റ്റ് ലിവിങ്. എല്ലാം ജീവിക്കുന്നുണ്ട്, ജീവനില്ല, ഒരു ജീവിതമില്ല. എന്നാൽ നമ്മൾ ഓർത്തോണം, എല്ലാവരും നോക്കുമ്പോൾ എല്ലാവർക്കും ജീവനുണ്ട്. നമ്മുടെ മുൻപാകെ കോടാനുകോടി ആളുകൾ, മനുഷ്യരും മൃഗങ്ങൾക്കും അതിന് ജീവനുണ്ട്. പക്ഷെ ചത്തതിനൊക്കെ ജീവിച്ചിരിക്കണമെന്നുള്ള ഒരു അനുഭവത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് ജീവൻ്റെ ബലമെന്നുള്ള കൺസെപ്റ്റ് സങ്കീർത്തനക്കാരൻ ഉറപ്പിച്ചു പറയുന്നത്. യഹോവയാണ് എൻ്റെ ജീവൻ്റെ ബലം. യഹോവ എൻ്റെ ജീവൻ്റെ ബലമായി എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ, ശക്തമായി കൂടെ ഉണ്ടെങ്കിൽ ഈ ജീവിതം തകർന്നു പോകത്തില്ല. നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന എത്ര പേരുടെ ജീവിതം നഷ്ടപ്പെട്ടു. അതുകൊണ്ട് ജീവിക്കാനുള്ള താല്പര്യം നഷ്ടപ്പെട്ടു, ലക്ഷ്യബോധം നഷ്ടപ്പെട്ടു. ആർക്കോ വേണ്ടി ഓക്കാനിക്കുന്ന തലത്തിലേക്ക് ഇന്ന് ജീവിതത്തെയും ജീവനെയും മാറ്റപ്പെട്ടു. അതുകൊണ്ട് ആവർത്തിച്ച് പറയണം, വേർ ഇസ് ദ ലൈഫ് വി ഹാവ് ലോസ്റ്റ് ലിവിങ്. ജീവിച്ചുകൊണ്ടിരിക്കുന്നെങ്കിലും ജീവനെ സംരക്ഷിക്കുന്നില്ല. ഇന്ന് ജീവനെ സംരക്ഷിക്കുവാനുള്ള ഒരു ഓട്ടത്തിലാണ് നമ്മൾ ഓരോരുത്തരും. നമ്മളുടെ ജീവനെ മാത്രമല്ല, നമ്മളുടെ സഹോദരങ്ങളുടെ ജീവനെ സംരക്ഷിക്കണം. അതിന് ഭൗതികമായ തലങ്ങളുണ്ട്. സുരക്ഷിതമായി വാഹനം ഓടിക്കാൻ പ്രേരിപ്പിക്കണം, ജീവൻ നഷ്ടപ്പെടുത്താതെ സംരക്ഷിക്കുവാൻ പേടിപ്പിക്കണം. പരാജയബോധത്തിലായിരിക്കുമ്പോൾ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടുവാൻ തോന്നരുത്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടവരായ നമ്മൾ അനേകർക്ക് ആശ്വാസം കൊടുക്കണം. അപ്പോഴാണ് ജീവന് ബലം വരുന്നത്. പ്രിയമുള്ളവരെ, നമ്മളുടെ ഒരു വാക്ക് മതി ചിലപ്പോൾ. ദൈവത്താൽ നിറയപ്പെട്ട യഹോവ എൻ്റെ ജീവൻ്റെ ബലമെന്ന് സങ്കീർത്തനക്കാരൻ പറയുമ്പോൾ നമ്മളോടൊരു കാര്യം പറയുകയാണ്, അല്ലയോ പ്രിയപ്പെട്ടവനെ, യഹോവ നിൻ്റെ ജീവൻ്റെ ബലമാണ്. നീ അനേകരുടെ ജീവനെ ബലപ്പെടുത്തണം, അനേകരെ ജീവിക്കാൻ പ്രേരിപ്പിക്കണം, അനേകരെ ശക്തീകരിക്കണം. തകർന്നും നുറുങ്ങിയുമിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കയില്ല എന്ന് സങ്കീർത്തനക്കാരൻ 51 സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ തകർന്നും നുറുങ്ങിയുമിരിക്കുന്ന ജീവനോടെ മുൻപോട്ട് പോകുന്ന ആളുകളുള്ള ചുറ്റുവട്ടത്തിൽ അവരുടെ ഇടയിലേക്ക് ഒരു പുഞ്ചിരിയുമായി, ഒരു ഉണർത്തു പാട്ടുമായി, ഒരു ഘോഷസ്വരമായി നമ്മൾ കടന്നു ചെല്ലണം. ഇന്ന് ജീവൻ്റെ ബലത്തെ കെടുത്തുവാൻ തക്കവണ്ണം, തുച്ഛീകരിക്കുവാൻ തക്കവണ്ണം ഇന്ന് പലരും നെഗറ്റിവിസമാണ് ഓരോരുത്തരോട് പറയുന്നത്. നിന്നെക്കുറിച്ച് മറ്റവൻ അങ്ങനെ പറഞ്ഞു, അവിടെ ഇങ്ങനെ കേട്ടു, അവിടെ അങ്ങനെ വായിച്ചു. പ്രിയമുള്ളവരെ, ഇതൊക്കെ ഒരു രീതിയിൽ നമ്മൾ ഓർത്തോണം, ഒരുവൻ്റെ ജീവനെ ബലപ്പെടുത്തുകയാണ്, ഹനിക്കുകയാണ്. യഹോവ ജീവൻ്റെ ബലമായുള്ളവൻ, അവന് പുനരുത്ഥാന പ്രതീക്ഷയുണ്ട്. അവൻ മറ്റുള്ളവരെ ശക്തീകരിക്കും, അവന് നിരാശ കാണത്തില്ല, അന്ധകാരത്തിലും അവൻ ജ്വലിച്ചു നിൽക്കും. അങ്ങനെയുള്ളപ്പോഴാണ് വൈരികളും ദുഷ്കർമ്മികളുമായവരൊക്കെ മാംസം തിന്നാൻ അടുക്കുമ്പോൾ ഇടറി വീഴും. ഈ മാംസം തിന്നാൻ അടുക്കുന്ന ദുഷ്കർമ്മികളെക്കുറിച്ച്, വൈരികളെക്കുറിച്ച്, ശത്രുക്കളെക്കുറിച്ച് ദാവീദ് രാജാവും സഹസ്രാബ്ദങ്ങൾക്ക് മുൻപേ പറയുകയാണ്. നിനുവായിലെ ഇസഹാക്ക് എന്ന് പറയുന്ന സുറിയാനി പിതാവ് ഇപ്രകാരം പഠിപ്പിക്കുന്നു, നീ നിൻ്റെ സഹോദരനെ കുറ്റം പറയുകയും നിന്ദിക്കുകയും ചെയ്യുമ്പോൾ അവൻ്റെ മാംസം കൊടിലുകൊണ്ട് പറിച്ചെടുക്കുന്നത് പോലെ ഒരു സാഹചര്യം നീ സൃഷ്ടിക്കുകയാണ്. അതായത് കുറ്റങ്ങളും കുറവുകളും പറയുന്നവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മാംസം വലിച്ചെടുക്കുകയാണ്. ഹെറോദേസിൻ്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിക്കുക. ഒരു പാവം പിടിച്ച അപ്പനും അമ്മയും അവരുണ്ണിയേശുവിനെയും കൊണ്ട് ഓടിപ്പോകുകയാണ്. ആ പിഞ്ചു കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി പുറകെ നടക്കുകയാണ്. അവർ മിസ്രൈമിൽ പോയിട്ടും വിട്ടില്ല. അവനെ കിട്ടാത്തതുകൊണ്ട് 2 വയസ്സിൽ താഴെയുള്ള എല്ലാ കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കുകയാണ്. ദൈവം അവനെ അധികം മുറ്റിച്ചില്ല, എത്രയും പെട്ടെന്ന് ഈ ലോകത്തിൽ നിന്ന് വിളിച്ചെടുത്തു. പ്രിയമുള്ളവരെ, നമ്മുടെ പുറകെ നിന്നുകൊണ്ട് അരുതാത്ത വാക്കുകൾ പറഞ്ഞ് നിന്ദിക്കുകയും ദുഷിക്കുകയും ചെയ്ത് നമ്മളെ ശപിച്ചുകൊണ്ട് മാംസം വലിച്ചെടുക്കുന്നവരുണ്ട്, കൊടിലുകൊണ്ട് പറിച്ചെടുക്കുന്നവരുണ്ട്. നഖം കൊടിലുകൊണ്ട് വലിച്ചെടുത്ത് ഉപദ്രവിക്കുന്ന ശിക്ഷാരീതി പണ്ടുണ്ടായിരുന്നു. പല്ലുകൾ പറിച്ചെടുക്കുന്ന ശിക്ഷാവിധി പണ്ടുണ്ടായിരുന്നു. കയ്യിലെ കാണിയടിച്ച് കയറ്റുന്ന ശിക്ഷാവിധി ഉണ്ടായിരുന്നു.
ശൂലത്തെ കുത്തിക്കൊല്ലുന്ന ശിക്ഷാവിധി ഉണ്ടായിരുന്നു. പക്ഷേ ഇതിനേക്കാളൊക്കെ വലിയ കഠിനമാണ് ഒരുവൻ്റെ ജീവിതത്തെ നശിപ്പിക്കാൻ വേണ്ടി ഓരോരുത്തർ കാണിക്കുന്ന രീതികൾ. സന്ധ്യാസമയങ്ങളിൽ ഒരുമിച്ച് കൂടുന്നു, ഒരു മാഫിയ സംസ്കൃതി പോലെ ആയിത്തീരുന്നു, വാടക കൊലയാളികളെ കൊണ്ട് കൊല്ലിപ്പിക്കാൻ ഓടുന്നു. ആർക്കു വേണ്ടിയാ സഹോദര? വൈരികളും ദുഷ്കർമ്മികളുമായവരെ അങ്ങനെ ചെയ്യത്തുള്ളൂ. നന്മയുള്ളവന് മറ്റുള്ളവനെ നശിപ്പിക്കാൻ പറ്റത്തില്ല, കൊള്ളരുതാത്ത കഥകൾ സൃഷ്ടിക്കാൻ പറ്റത്തില്ല, കേസിൽ കൊടുക്കാൻ പറ്റത്തില്ല. വൈരികളും ദുഷ്കർമ്മികളും നിരപരാധികൾക്കെതിരെ കേസും വഴക്കുമായിട്ട് നടക്കും, നാളുകളായി നടത്തിക്കൊണ്ടിരിക്കും. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം ആലോചിച്ചോണം. നിങ്ങളോ ഞാനോ അത്തരം സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട. അവർ ലജ്ജിച്ചു പോകും, അങ്ങനെയുള്ളവർ ലജ്ജിച്ചു പോകുമെന്നാണ് പറയുന്നത്. ആരെങ്കിലും അത്തരം ദുഷ്കർമ്മങ്ങളിൽ ഇടപെടുന്നുണ്ടെങ്കിൽ ഓർത്തോ, നിനക്ക് പപ്പും പൂടയും ഉള്ളിടത്തോളം കാലം അവസാനത്തെ പപ്പും പൂടയും പറിച്ച് ഈ ലോകത്തിലൊന്നുമില്ലാത്തവനായ ദൈവം അങ്ങനെയുള്ളവനെ ആക്കി തീർക്കും. അതിൽ നിന്ന് രക്ഷപ്പെട്ട് മുൻപോട്ട് പോകുവാൻ, പശ്ചാത്താപത്തോടെ ജീവിക്കുവാൻ ഇടയാകട്ടെ. ദൈവം തൻ്റെ വലങ്കരം നീട്ടി നിങ്ങളെല്ലാവരെയും സദാകാലവും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.